പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ന്യൂസ് 8 ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിണറായി സർക്കാർ 2ാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കാൻ പോവുകയാണ്. 3ാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ അസുലഭ നിമിഷത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ. കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ 1 ആയിട്ടുണ്ട്. അതിന് നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും. കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ആണല്ലോ ഇപ്പോൾ കേരളം. നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ 1 ആണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വലിയ കാരണമുണ്ടാവണ്ടേ? ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. എന്താണ് പിണറായി വിജയൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അഴിമതിയില്ലാത്ത ഒരു സർക്കാരിനെ കഴിഞ്ഞ 8.5 വർഷമായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ അവർക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരെണ്ണം പോലും ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 8.5 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൻ്റെ ഇടയിൽ ഏത് സമയത്താണ് ഈ പറഞ്ഞ ഒരു അഴിമതി ആരോപണം കാര്യമായിട്ട് പറഞ്ഞ കോൺഗ്രസിനോ അല്ലെങ്കിൽ പറയുന്ന പ്രതിപക്ഷത്തിനോ ഉന്നയിക്കാൻ പറ്റിയത്? ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോയി. അവസാനം ബ്രൂവറിയിൽ അടക്കം പിന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ അല്ലെങ്കിൽ മന്ത്രിമാർ കണ്ടതിനേക്കാളും കൂടുതൽ കണ്ട കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടതാണ് കർണാടകയിലെ സ്പിരിറ്റ് ലോബികളെ